ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് അടുത്ത മാസം നടക്കാൻ പോകുന്ന ഇറിഗേഷൻ എയുടെ പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങൾ എല്ലാവരും അല്ലേ. സോ നമുക്ക് കുറച്ച് PYQs നോക്കിയിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. കാര്യം ഇപ്പൊ നമുക്ക് ഓരോ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ലെവലൊക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് PSC കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സാംസിൽ ഒരു ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലായിട്ടുണ്ടായിരുന്ന ഒരു എക്സാം ആണ് 2023 നടന്ന ഹാർബർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം. പക്ഷെ ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ആവുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് വന്ന ഒരു പരീക്ഷയായിരുന്നു. സോ ആ പരീക്ഷയിൽ നിന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് റിവിഷൻ സീരീസ് ആയിട്ട് എടുത്ത് പിന്നെ റാൻഡംലി വേറെ ക്വസ്റ്റ്യൻസ് കൂടെ ചേർത്ത് നമ്മൾ റിവിഷൻ സീരീസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇറിഗേഷൻ എക്സാം ഫോക്കസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു സീരീസ് യൂസ്ഫുൾ ആയിട്ട് മാറും. നിങ്ങൾ ഫ്രണ്ട്സും ഇറിഗേഷൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. സോ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യണം. ഇറിഗേഷൻ എന്ന് പറഞ്ഞ സുവർണ്ണ അവസരമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ PWD നമുക്ക് ഒരുപാട് റിട്ടയർമെന്റ് വേക്കൻസി വരുന്നുണ്ട്. അപ്പോൾ റിട്ടയർമെന്റ് വേക്കൻസീസ് PWD വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇറിഗേഷനും അതുപോലെ കറസ്പോണ്ടിംഗ്ലി നമ്മൾ അത്യാവശ്യം വേക്കൻസീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇനി ഒരു എക്സാം നോക്കാനായിട്ട് അടുത്ത എക്സാംസ് വരാൻ സാധ്യതകൾ ഇത്രയും വേക്കൻസീസ് വരാൻ സാധ്യത കുറവാണ്. സോ ഇതൊരു നല്ല അവസരമാക്കി എടുത്ത് പഠിച്ചു തുടങ്ങാം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സർവേയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നോർമൽ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും. അതായത് ഇൻ എ സർവേ ഡൺ ഓൺ ആൻ ഏരിയ ദ ഫോളോയിങ് ഓഫ്സെറ്റ്സ് were taken from a survey line to the boundary. Compute the area between the boundary and survey line using trapezoidal method. ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ് trapezoidal method. കാണുമ്പോൾ ക്വസ്റ്റ്യൻ ഇസ് ക്വൈറ്റ് സിമ്പിൾ അല്ലേ. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഓഫ്സെറ്റ്സ് നോക്കിക്കേ. ഡിസ്റ്റൻസ് ഇൻ മീറ്റർ 0, 5, 10, 15, 20, 30, 40. അതായത് ഓഫ്സെറ്റിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഡിഫറെന്റ് ആണ്. ഇവിടെ 5, ഇവിടെ 5, ഇവിടെ 5, പിന്നെ 10 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ യു ഹാവ് ടു സ്പ്ലിറ്റ് ദിസ് ഇൻടു 2. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കാം. അതാണ് ഈ ഒരു ക്വസ്റ്റിന്റെ പ്രത്യേകത. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാലും ക്വസ്റ്റ്യൻ ആദ്യം നന്നായിട്ട് നോക്കാം. ഇപ്പൊ ഓഫ്സെറ്റ് ഇവിടെ ഫസ്റ്റ് 2 കണ്ടിട്ട് 5 ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേ അങ്ങ് നമ്മുടെ ഇടയ്ക്കുള്ള ഓഫ്സെറ്റിന്റെ ഗ്യാപ്പ് 5 എടുത്ത് ചെയ്യാൻ നിൽക്കരുത്. ക്വസ്റ്റിന്റെ ആൻസർ തെറ്റിപ്പോകും. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻ നന്നായി വായിച്ചതിന് ശേഷം നമുക്ക് മാറ്റാം. അപ്പൊ നമ്മൾ 2 സെറ്റ് ആക്കി എടുക്കുവാണ്. അപ്പൊ ആദ്യത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ 5 ഇട്ടിട്ടുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് ഏരിയ എടുക്കുവാണേ ഞാൻ. അപ്പൊ ഫസ്റ്റ് നമുക്ക് വരിക ഫസ്റ്റ് A1 ആണ് നമുക്ക് വേണ്ട അല്ലേ. അപ്പൊ A1 എടുക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമുക്ക് ഗ്യാപ്പ് എത്ര 5 അല്ലേ വരാം. നമുക്ക് ഓക്കെ 5 വരുന്നുണ്ട്. 5/2 D/2 ഇൻറ്റു നമ്മുടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഫസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് ലാസ്റ്റ് ഓർഡിനേറ്റ്. ഫസ്റ്റ് ഓർഡിനേറ്റ് ഇവിടെ 4 ആണ്, ലാസ്റ്റ് ഓർഡിനേറ്റ് 12 ആണ്. സോ 4 + 12. പിന്നെ ബാക്കി ഓർഡിനേറ്റ്സ് എത്ര വരുന്ന പ്ലസ് 2 ടൈംസ് അതർ ഓർഡിനേറ്റ്സ് അല്ലേ. 6.5 പ്ലസ് 8.5 പ്ലസ് 9 വരെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഫസ്റ്റ് സെറ്റിന്റെ ഏരിയ കിട്ടും. A1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 160 എന്ന് കിട്ടും. 160 മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ A1 കിട്ടി. ഇനി എന്താണ് ഈ ബാക്കി നമുക്ക് 20, 30, 40 3 ഓർഡിനേറ്റ്സ് കൂടെ ഉണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. അവരുടെ ഗ്യാപ്പ് എത്ര? 10 ആണ് അല്ലേ. സോ 10 ആണ് അതിന്റെ ഗ്യാപ്പ് വരിക. സോ 10/2 ഇൻറ്റു ഫസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് ലാസ്റ്റ് ഓർഡിനേറ്റ് 12 + 9 പ്ലസ് 2 ടൈംസ് അതർ ഓർഡിനേറ്റ്. ഏതാണ്? 2 ഇൻറ്റു 16 വരും. അപ്പൊ ഇതാണ് നമുക്ക് രണ്ടാമത്തെ വരിക. 5 ഇൻറ്റു എത്ര വരും നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് 425 എന്ന് വരും. 25 മീറ്റർ സ്ക്വയർ. അപ്പൊ സോ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? A1 + A2 ആയിരിക്കും. 425 ഓപ്ഷൻ ഉണ്ട്, 160 ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇത് രണ്ടും നമ്മുടെ ആൻസർ അല്ല. നമ്മുടെ ആൻസർ വരിക എന്താണ്? നമുക്ക് ഇവിടെ എടുക്കുമ്പോഴത്തേക്ക് നോക്കിയോ, നമ്മൾ സ്പ്ലിറ്റ് ആയിട്ട് സോറി, നമുക്ക് ഇവിടെ 425 അല്ല 265 കേട്ടോ. സോറി, ഇത് ചെയ്യുമ്പോഴത്തേക്ക് 265 മീറ്റർ സ്ക്വയർ ആണ് വരുന്നത് ആൻസർ. അപ്പൊ നോക്കിക്കേ, 265 നമ്മുടെ ഓപ്ഷനിലില്ല, 160 ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ തന്നെ 160 കിട്ടിയെന്ന് നമ്മൾ അങ്ങനെ ലോജിക്കില്ലാതൊന്നും എഴുതരുത്. രണ്ടും കൂടെ ആഡ് ചെയ്യുക. 260 + 65 + 160 425. ഓപ്ഷൻ A ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സോ മനസ്സിലായല്ലോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ഓടിക്കേറി പോയി ചെയ്യാൻ നിൽക്കരുത്. എന്ത് ചെയ്യുക? ഓർഡിനേറ്റ്സ് ചെക്ക് ചെയ്തിട്ട് മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ട്രാവേഴ്സ് ഇസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ റെക്ടാങ്കുലർ ഹെക്സഗൺ, റെഗുലർ ഹെക്സഗൺ നെയിംഡ് ആസ് PQRS TUP. ഒരു ഹെക്സഗൺ ആണ് ട്രാവേഴ്സ് എന്ന് പറയുന്നത്. ദ ബെയറിംഗ് ഓഫ് സൈഡ് PQ ഓഫ് ദ ട്രാവേഴ്സ് ഇസ് 40 ഡിഗ്രി. വാട്ട് ഇസ് ദ ബെയറിംഗ് ഓഫ് ദ അഡ്ജസന്റ് സൈഡ് QR ഓഫ് ദ ട്രാവേഴ്സ്? ശരിക്കും നമുക്ക് ഇവിടെ ഇൻക്ലൂഡഡ് ആംഗിൾ അറിയാം. ഹെക്സഗൺ ആണെന്ന് തന്നിട്ടുണ്ട്. ഒരു ബെയറിംഗ് തന്ന അടുത്ത ബെയറിംഗ് കണ്ടുപിടിച്ചു. ഭയങ്കര വലിയ സംഭവമാണെന്ന് തോന്നിക്കാൻ വേണ്ടി ട്രാവേഴ്സിന്റെ പേരും അങ്ങനെയൊക്കെ തന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ട്രാവേഴ്സ് വരച്ചു നോക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും നമുക്ക് ഹെക്സഗൺ ആണ്. സോ PQRS TU and P. ഇതാണ് നമ്മുടെ റെഗുലർ ഹെക്സഗൺ അല്ലെ. റെഗുലർ ഹെക്സഗൺ ആണ്. ആൻഡ് ഇവിടെ നമുക്ക് ബെയറിംഗ് എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് അല്ലെ.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദ ബെയറിംഗ് ഓഫ് ദ അഡ്ജസന്റ് സൈഡ് QR ഓഫ് ദ ട്രാവേഴ്സ്. ഈ QR-ന്റെ അവിടുത്തെ ബെയറിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ വെൻ യു ഡ്രോ, നിങ്ങൾ വരയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ P എന്നുള്ള ട്രാവേഴ്സ് ആണ് എത്ര? 40 ഡിഗ്രി. 40 ഡിഗ്രിയാണ് ബെയറിംഗ് എന്ന് പറയുന്നത്. നമുക്ക് Q ഇവിടെ എത്തും. Q എത്തുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ഇതാണ് അല്ലേ? അപ്പം ഇവിടെ നമുക്ക് എന്തായാലും റെഗുലർ ഹെക്സഗൺ ആൻഡ് ഇൻക്ലൂഡ് ആംഗിൾ എത്രയാണെന്ന് അറിയാം? 120 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ? അപ്പം നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. ഇന്റേണൽ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി ആണ്. ബെയറിംഗ് ഓഫ് ഫോർവേഡ് നമുക്ക് ഇവിടെ PQ-ന്റെ ആണ് തന്നിരിക്കുന്നത്. PQ-ന്റെ 40 ഡിഗ്രി ആണ്. സോ നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ PQ-ന്റെ അറിയാം, QR-ന്റെ നമുക്ക് കണ്ടുപിടിക്കേണ്ട QR-ന്റെ ആണ് അല്ലേ? സോ PQ ഇസ് 40 ഡിഗ്രി. നമുക്ക് QR-ന്റെ കണ്ടുപിടിക്കണം. ആൻഡ് യു നോ ആംഗിൾ Q ഇല്ലേ? ആംഗിൾ Q എത്രയാണെന്ന് അറിയാം? 120 ഡിഗ്രി ആണെന്ന് അറിയാം. സിമ്പിൾ ആണ്. നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിളിന്റെ ലെറ്റർ ഏതാണ്? Q ആണ്. Q വെച്ച് രണ്ടും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി മൈനസ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ PQ ആണ്. സോ ഇറ്റ്സ് നോട്ട് സ്റ്റാർട്ടിങ് വിത്ത് Q അല്ലേ? P വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്താക്കണം? അതിനെ Q വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? അതിന്റെ ബാക്ക് ബെയറിംഗ് എടുത്താൽ മതി. അപ്പോൾ 40 ഡിഗ്രി ആയതുകൊണ്ട് 180 ചെറിയൊരു ആംഗിൾ ആയതുകൊണ്ട് എന്ത് ചെയ്ത് കൊടുക്കുക? 180 പ്ലസ് 40 ഇട്ട് കൊടുക്കുക. വിച്ച് വിൽ ബി ഈക്വൽ ടു 210 അല്ലേ? അപ്പോൾ 210 ഡിഗ്രി ആണ് നമ്മുടെ QP അല്ലേ? ഇനി നമുക്ക് എന്താ QR-ല്ലേ കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? സോറി 220 അല്ലേ? 220 ഡിഗ്രിയാണ്. 220 ഡിഗ്രിയാണ്. സോ യു നീഡ് ടു ഫൈൻഡ് ഔട്ട് QR. ബെയറിംഗ് ഓഫ് QR ആണ് കണ്ടുപിടിക്കേണ്ടത്. QR-ന്റെ ബെയറിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി 220 മൈനസ് 120 ഡിഗ്രി വിച്ച് വിൽ ബി ഈക്വൽ ടു 100 ഡിഗ്രി ആണ് നമ്മുടെ ബെയറിംഗ്. ഓപ്ഷൻ C വരും. സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് വലിയൊരു സംഭവം പോലെ തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആക്കി തന്നിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതും സർവേയിങ് എന്നുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം. The correction due to refraction is 1/8 that due to the curvature and but opposite in nature. Refraction correction എന്ന് പറഞ്ഞാൽ curvature correction 1/8 ആണ്. Permissible closing error in ordinary level is 12 seconds. Mean sea level at a place is the average datum of hourly tidal light observed over a period of 19 years. In a dumbbell level, the sensitivity of level tube is generally 20 seconds per mm. Which of the following statements are correct എന്നാണ് ചോദിച്ചിരിക്കുക. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്ഷൻ ഡ്യൂ ടു റിഫ്രാക്ഷൻ 1/8 ഡ്യൂ ടു കർവേച്ചർ ആണോ? അല്ല. ദെൻ പെർമിസിബിൾ ക്ലോസിംഗ് എറർ ഓർഡിനറി ലെവൽ 12 സെക്കൻഡ്സ് അല്ല. ഇത് എത്ര ആണെന്നുള്ള കറക്റ്റ് ആൻസർ താഴെ കമന്റ് ചെയ്യുക. ദെൻ മീൻ സീ ലെവൽ അറ്റ് എ പോയിന്റ് ഇസ് ആവറേജ് ഡേറ്റം ഓഫ് അവർലി ടൈഡൽ ഹൈറ്റ് ഒബ്സർവ്ഡ് ഓവർ എ പീരീഡ് ഓഫ് 19 years. അത് കറക്റ്റ് ആണ്. ഡംബി ലെവൽ സെൻസിറ്റിവിറ്റി ഓഫ് ലെവൽ ട്യൂബ് 20 seconds per annum. അതും കറക്റ്റ് ആണ്. സോ ആൻസർ ഓപ്ഷൻ C ആണ്. 3ഉം 4ഉം ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരെ. അടുത്ത ചോദ്യം സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ വിച്ച് ഡീൽസ് വിത്ത് ദ ആട്രിബ്യൂട്ട്സ് ആൻഡ് ലൊക്കേഷൻ ഓഫ് സ്പേഷ്യൽ ഫീച്ചേഴ്സ് വിച്ച് ഇസ് യൂസ് ടു മെഷർ ദ സ്പേഷ്യൽ ഓർഡറിംഗ് ഇൻ എ സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. നല്ലൊരു ക്വസ്റ്റൻ ആണ്. നമുക്കൊന്നും മനസ്സിലാവത്തില്ല ക്വസ്റ്റിന്റെ. നമുക്ക് ചോദ്യം ഒന്ന് നോക്കാം. ദ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ എന്തോ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ് വിച്ച് ഡീൽസ് വിത്ത് ദ ആട്രിബ്യൂട്ട്സ് ആൻഡ് ലൊക്കേഷൻ ഓഫ് സ്പേഷ്യൽ ഫീച്ചേഴ്സ്. സ്പേഷ്യൽ ഫീച്ചേഴ്സിന്റെ ആട്രിബ്യൂട്ട്സും ലൊക്കേഷനുമാണ് വിച്ച് ഇസ് യൂസ് ടു മെഷർ ദ സ്പേഷ്യൽ ഓർഡറിംഗ്. സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷനിലുള്ള സ്പേഷ്യൽ ഓർഡറിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ A സ്പേഷ്യൽ കോറിലേഷൻ, ഓപ്ഷൻ B സ്പേഷ്യൽ ഓട്ടോ കോറിലേഷൻ, ഓപ്ഷൻ C സ്പേഷ്യൽ വേരിയൻസ്, ഓപ്ഷൻ C സ്പേഷ്യൽ കോവേരിയൻസ്. ഇത് നമ്മുടെ GPS GIS വരുന്ന ടോപ്പിക് ആണ്. ആൻസർ എന്ന് പറഞ്ഞാൽ സ്പേഷ്യൽ കോറിലേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഇസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ദ ലൈഫ് ഓഫ്, ഇത് നമ്മൾ വാല്യുവേഷൻ എന്നുള്ള ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. SSCGയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ. It is estimated that the life of a building is 50 years and it will have a scrap value of 10% of the cost of construction. ഒരു 50 വർഷമാണ് ലൈഫ്, 10% സ്ക്രാപ്പ് വാല്യൂ. The depreciation is calculated using straight line method. Find the present value of a building constructed 40 years before at a cost of rupees 1 lakh. 1 lakhil കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിംഗ് ആണ്. നമുക്ക് കണ്ടുപിടിക്കുന്ന പ്രസന്റ് വാല്യൂ ആണ്. 40 വർഷം മുന്നെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രസന്റ് വാല്യൂ ആണ്. ഇത് വാല്യുവേഷന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ നമുക്ക് എന്താണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് വഴിയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഡിപ്രീസിയേഷൻ ഇസ് ഈക്വൽ ടു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് വഴിയാണെങ്കിൽ C minus S by N, where C is the cost, S is the scrap value, N is the life. C എത്രയാണ്? കോസ്റ്റ് എത്ര? 1 lakh ആണ്. 1 lakh മൈനസ് സ്ക്രാപ്പ് വാല്യൂ 10% എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. സോ സ്ക്രാപ്പ് വാല്യൂ ഇസ് ഈക്വൽ ടു 1 lakhന്റെ 10% വിച്ച് ഇസ് ഈക്വൽ ടു 10,000 അല്ലേ? Okay, so 1 lakh minus 10,000 divided by number of years. Years എത്രയാണ്? 50 വർഷം അല്ലേ? Years 50. So ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ നമുക്ക് കിട്ടും. ഡിപ്രീസിയേഷൻ എത്ര കിട്ടുന്നത് ചെയ്യുമ്പോൾ 1800 rupees per year. ഒരു വർഷമാണ് നമുക്ക് 1800 രൂപ വെച്ച് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ?
സോ പ്രസന്റ് വാല്യൂ ഇസ് ഈക്വൽ ടു നമ്മുടെ ഇനിഷ്യൽ കോസ്റ്റ് എത്രയാണ്? 1,00,000 1,00,000 നിന്ന് ഓരോ വർഷം 1,800 രൂപ. നമുക്ക് എത്ര വർഷത്തിന് മുന്നേ അത് കൺസ്ട്രക്ട് ചെയ്ത? 40 വർഷത്തിന് ശേഷം. സോ ഓരോ വർഷം 1,800 രൂപ, 40 വർഷം കൂടുമ്പം 40 × 1,800. സോ പ്രസന്റ് വാല്യൂ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആൻസർ ഇട്ട 28,000 രൂപ. ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആണല്ലോ? ഈ ക്വസ്റ്റ്യൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് PSC എക്സാമിന് ചോദിക്കുന്നതാണ്. നമ്മുടെ ഇറിഗേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുപോലൊരു ചോദ്യം വാല്യുവേഷൻ കാണും. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ സാമ്പിൾ ആയിട്ട് എനിക്ക് 2023 PWDയിലും ചോദിച്ചിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.